ഒരു നേഴ്സിന്റെ കയ്യിലായിരിക്കും പലപ്പോഴും ഒരു ജീവന്റെ ഉത്തരവാദിത്തം, അല്ലേ? പക്ഷേ ആ ഒരു നിർണായക നിമിഷത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുന്ന ആ അറിവ് അതെവിടെ നിന്നാണ് വരുന്നത്? നമുക്കത് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രോഗിയുടെ മോണിറ്റർ പെട്ടെന്ന് നിർത്താതെ ബീപ്പ് ചെയ്യുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം. ആ ഒരു സാഹചര്യത്തിൽ ഒരു നേഴ്സ് എങ്ങനെയായിരിക്കും ശരിയായ ഒരു തീരുമാനമെടുക്കുന്നത്? എന്തായിരിക്കും അവരെ അതിന് പ്രാപ്തരാക്കുന്നത്? അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവോ മാത്രമല്ല. യഥാർത്ഥത്തിൽ 5 വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു വലിയ നോളജ് ടൂൾ കിറ്റുണ്ട്. അതിലാണ് അതിന്റെ ഒരു രഹസ്യം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നഴ്സിംഗിന്റെ ആ ഒരു അടിത്തറയിൽ നിന്ന് തുടങ്ങാം. അതായത് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിനുമപ്പുറം ഒരു നഴ്സിന് അറിവ് കിട്ടാൻ വേറെയും ചില വഴികളുണ്ട്, അനൗപചാരികമായ വഴികൾ. അതിൽ പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. 1, പാരമ്പര്യം, അതായത് സീനിയേഴ്സിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒഥോറിറ്റി അല്ലെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ. 3ാമത്തത് സ്വന്തം അനുഭവം, പേഴ്സണൽ എക്സ്പീരിയൻസ്. പിന്നെ ട്രയൽ ആൻഡ് എറർ, അതായത് പരീക്ഷിച്ചു പഠിക്കുന്നത്. പാരമ്പര്യമെന്ന് പറയുമ്പോൾ തലമുറകളായി സീനിയർ നഴ്സുമാർ ജൂനിയേഴ്സിന് കൈമാറി വരുന്ന അറിവില്ലേ, അതാണ്. ചിലപ്പോൾ എഴുതിവച്ച നിയമങ്ങളെക്കാളൊക്കെ ശക്തമായിരിക്കും ഇങ്ങനെയുള്ള അറിവുകൾ. ഇനി 2ാമത്തത് അതോറിറ്റി, അതായത് എക്സ്പേർട്സിൽ നിന്ന് കിട്ടുന്ന അറിവ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരോ സീനിയർ നഴ്സുമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊരു വലിയ വഴികാട്ടി തന്നെയാണല്ലേ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ എക്സ്പേർട്സ് പറയുന്നതൊക്കെ എപ്പോഴും ശരിയാവണമെന്നില്ല. കാരണം പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് അറിവുകളും അപ്ഡേറ്റ് ചെയ്യണം. ഇല്ലെങ്കിലോ കാലഹരണപ്പെട്ട പഴയ ചികിത്സാരീതികൾ തന്നെ ചിലപ്പോൾ തുടർന്നു പോയേക്കാം. ഇനി അടുത്തതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഒരു നഴ്സിന്റെ പഠിത്തം ശരിക്കും പൂർണ്ണമാകുന്നത് അവരുടെ സ്വന്തം അനുഭവങ്ങളിലൂടെയാണ്. ഓരോ രോഗിയും ഓരോ പുതിയ പാഠപുസ്തകം പോലെയാണ്. ഈ അനുഭവങ്ങളാണ് അവരുടെ കഴിവിന് ശരിക്കും ഷേപ്പ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ പല വഴികളും നോക്കേണ്ടി വരുമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗിയുടെ വേദന കുറയ്ക്കാൻ ഏത് വഴിയാണ് ഏറ്റവും നല്ലതെന്ന് പലതും പരീക്ഷിച്ചു നോക്കേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ഇത് വർക്കാവാം, പക്ഷേ എപ്പോഴും സേഫായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫോർമൽ രീതികൾക്ക് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ഒരു തോന്നലും എക്സ്പീരിയൻസും മാത്രം പോരാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ ഇൻഫോർമൽ രീതികളൊക്കെ ഒരു നല്ല ബേസ് തരുമെങ്കിലും അതിന് ശരിക്കും ഒരു സയന്റിഫിക് ബേക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇത് രോഗികളുടെ സേഫ്റ്റിക്ക് വരെ ഒരു പ്രശ്നമായി മാറിയേക്കാം. ശരി, അപ്പോൾ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ ഇൻഫോർമൽ രീതികളുടെ പോരായ്മകൾ മനസ്സിലാക്കിയപ്പോൾ നഴ്സിംഗ് ഫീൽഡ് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നൊരു വഴിയിലേക്ക് മാറി. അതായത് കേട്ടറിവിനെയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെയോ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ല. ഏറ്റവും നല്ല കെയർ കൊടുക്കണമെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ തന്നെ വേണം. ആ ഒരു തിരിച്ചറിവ് വന്നു. അങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് വരുന്നത്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള അറിവ് കിട്ടാനുള്ള ഒരു ഓർഗനൈസ്ഡ് വഴി. ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് പരീക്ഷണങ്ങളിലൂടെ അതിന് ഉത്തരം കണ്ടെത്തുക. ഈ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഒരു പ്രശ്നം കണ്ടെത്തുന്നത് മുതൽ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തുന്നതുവരെ ഓരോ സ്റ്റെപ്പും ക്ലിയറാണ്. പക്ഷേ ഇത് അവിടെ തീരുന്നില്ല. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഓരോ ഉത്തരവും പുതിയ ചോദ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പറഞ്ഞു വരുന്നത് എന്താന്നാൽ സയന്റിഫിക് മെത്തേഡിന്റെ അടിത്തറ വെറും ഊഹങ്ങളോ തോന്നലുകളോ അല്ല. അത് പക്കാ ഡേറ്റയും അതിന്റെ കറക്റ്റ് അനാലിസിസുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇതിലെ പ്രധാന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. ആദ്യം ഒരു ഹൈപ്പോതീസിസ്, അതായത് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഊഹം. പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ ഒരു വഴി ഡിസൈൻ ചെയ്യുക, ആ എക്സ്പെരിമെന്റ് നടത്തുക, കിട്ടിയ ഡാറ്റ അനലൈസ് ചെയ്യുക. അവസാനം നമ്മുടെ ആദ്യത്തെ ഊഹം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നോക്കി അതിനെ തിരുത്തുകയോ ഉറപ്പിക്കുകയോ ചെയ്യുക. അപ്പോൾ ഒരു മോഡേൺ നേഴ്സ് എങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുന്നത്? അവർ ഈ പറഞ്ഞ അറിവുകളെ എല്ലാം കൂടി ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 5 സോഴ്സുകളും ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ നോക്കൂ, ട്രഡിഷൻ കാലഹരണപ്പെട്ടു പോകാം. അതോറിറ്റി ചിലപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഇല്ലാതാക്കാം. അതേസമയം സയന്റിഫിക് മെത്തേഡിനാണ് ഏറ്റവും വിശ്വാസ്യത. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്താന്നാൽ മനുഷ്യരിൽ പരീക്ഷിക്കുമ്പോൾ ചില എത്തിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഒരു മോഡേൺ നേഴ്സ് ഈ എല്ലാ സോഴ്സുകളും ഉപയോഗിക്കും.
പക്ഷേ ആ ഫൈനൽ കോൾ, ആ അന്തിമ തീരുമാനം എപ്പോഴും എടുക്കുന്നത് സയന്റിഫിക് എവിഡൻസ് വെച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ മോഡേൺ നഴ്സിംഗിൽ റിസർച്ചിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം റിസർച്ചിലൂടെ കിട്ടുന്ന അറിവാണ് ഒരു നഴ്സിന് വിശ്വസിച്ചാശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും വാലിഡായിട്ടുള്ള അറിവ്. ചുരുക്കി പറഞ്ഞാൽ നഴ്സിംഗ് എന്നത് കുറേ കാലത്തെ അറിവുകൾ വെച്ചുള്ള ഒരു പ്രാക്ടീസിൽ നിന്ന് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സയൻസായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഫഷന്റെ തന്നെ ഒരു വലിയ പരിണാമമാണിത്. അപ്പോൾ ഈ അറിവിന്റെ ഉറവിടങ്ങളെ നമുക്കിങ്ങനെ ഒരു ഹൈറാർക്കിയായിട്ട് കാണാം. ഏറ്റവും താഴെ ഒരു ഫൗണ്ടേഷൻ പോലെ ഇൻഫോർമൽ നോളജുണ്ട്. അതിനു മുകളിൽ ഗൈഡൻസിന് വേണ്ടി എക്സ്പേർട്സിന്റെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും മുകളിൽ, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നതെപ്പോഴും സയന്റിഫിക് റിസർച്ച് തന്നെയാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. മെഡിസിനും ടെക്നോളജിയുമൊക്കെ ഇത്രയധികം മുന്നോട്ടു പോകുമ്പോൾ ഈ അറിവിന്റെ ഉറവിടങ്ങൾ തമ്മിലുള്ള ബാലൻസ് എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത്? ഭാവിയുടെ നഴ്സിംഗ് എങ്ങനെയായിരിക്കും ഈ സോഴ്സുകളെല്ലാം ഉപയോഗിക്കുക? തീർച്ചയായും ആലോചിക്കേണ്ട ഒരു കാര്യമാണത്.